ഹരേ കൃഷ്ണ. സർവം കൃഷ്ണ അർപ്പണമസ്തു. ജയ് ജയ് ശ്രീ രാധേ രാധേ. എല്ലാവർക്കും നമസ്കാരം ഉണ്ട് കേട്ടോ. അങ്ങനെ ചൈത്രമാസം കഴിഞ്ഞു, നമ്മൾ മാധവ മാസത്തിലേക്ക് കടന്നിരിക്കുകയാണ് അല്ലേ. ചൈത്രമാസത്തിലാണ് ഞാൻ ആദ്യമായിട്ട് ദേവി ഭാഗവത മഹാത്മ്യം ഇക്കൊല്ലാണ് വായിച്ചു തുടങ്ങിയത് കേട്ടോ. അതിനൊരു കാരണമുണ്ട്. മലയാളത്തിൽ വളരെ വിശദമായിട്ട് ശ്ലോകങ്ങളും അർത്ഥങ്ങളും ഒക്കെ എഴുതിയിട്ടുള്ളൊരു പുസ്തകം ഒരു അമ്മ അയച്ചു തരികയുണ്ടായി. കഴിഞ്ഞ തവണത്തെ നവരാത്രി പൂജ കഴിഞ്ഞപ്പോഴാണ് എനിക്ക് അയച്ചു തന്നതാണ് കേട്ടോ ഈ പുസ്തകം. അപ്പോൾ വളരെ സന്തോഷമായി ഈ പുസ്തകം വായിച്ചു കഴിഞ്ഞപ്പോൾ. ഓരോ ദിവസവും കുറച്ച് കുറച്ച് ഭാഗങ്ങൾ വെച്ച് വായിക്കാനേ ഉള്ളൂ. അങ്ങനെ 222 ദിവസം കൊണ്ട് ദേവി ഭാഗവതം വായിച്ചു തീർക്കാനായിട്ട് പറ്റും. അത്രയും വളരെ ലളിതമായിട്ടുള്ള ഭാഷയിൽ വളരെ മനോഹരമായിട്ട് എഴുതി വെച്ചിരിക്കുന്നു. ഇത് കണ്ടപ്പോൾ വളരെയധികം ഇഷ്ടമായി. അങ്ങനെ ഞാൻ വായിച്ചു തുടങ്ങിയതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളോടും കൂടി അത് പങ്കുവെക്കണം എന്ന് തോന്നി. പണ്ട് സ്കൂളിലൊക്കെ പഠിച്ചിരുന്ന കാലഘട്ടത്തിൽ എൻ്റെ വീടിൻ്റെ അടുത്തായിട്ട് ഒരു ഭഗവതിയുടെ ക്ഷേത്രം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഭഗവതിയുടെ ക്ഷേത്രത്തിൽ എല്ലാ ദിവസവും പോയി പ്രാർത്ഥിക്കുമായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ആ ഭഗവതിയെ പ്രാർത്ഥിക്കാനായിട്ട്. വയസ്സായൊരു തിരുമേനിയായിരുന്നു ആ അമ്പലത്തിൽ പൂജ ചെയ്തിരുന്നത്. അപ്പോൾ ആ ഒരു തിരുമേനിയുടെ അടുത്ത് പോയി കുറേ നേരം ഞാൻ സംസാരിച്ചിരിക്കും. ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തരും, ഭഗവതിയുടെ കഥകൾ പറഞ്ഞു തരും. വളരെയധികം ശക്തിയുള്ളൊരു ഭഗവതിയായിരുന്നു. നമ്മൾ എന്താഗ്രഹം പറഞ്ഞാലും സാധിച്ചു തരണ. പരീക്ഷയ്ക്കൊക്കെ പോകും മുൻപായിട്ട് ഞാൻ ഭഗവതിയുടെ അടുത്താണ് പ്രാർത്ഥിക്കുക. എനിക്ക് അത്ര വിശ്വാസമാണ് ഭഗവതിക്ക്. ഇപ്പോൾ ഞാൻ താമസിക്കുന്നത് ആ അമ്പലത്തിൽ നിന്ന് ഒരുപാട് ദൂരെയാണെങ്കിൽ പോലും എല്ലാ ദിവസവും ഭഗവതി ഇങ്ങനെ ഓർക്കാറുണ്ട്. അപ്പോൾ ഈ ദേവി ഭാഗവതമൊക്കെ വായിച്ചു തുടങ്ങി കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഭഗവതിയെ ഞാൻ സ്വപ്നത്തിൽ കാണുകയുണ്ടായി. എന്താണെന്നറിയില്ല, അങ്ങനെ ഭഗവതിയെ അങ്ങനെ സ്വപ്നം കണ്ട ദിവസങ്ങൾ വളരെയധികം ചുരുക്കാന്നുള്ളത്. പക്ഷേ എന്തുകൊണ്ടോ എനിക്ക് ഭഗവതിയുടെ ഒരു സ്വപ്ന ദർശനമൊക്കെ കിട്ടിയിട്ടോ. കാരണം ഭഗവതി ഇങ്ങനെ കൂടെയുണ്ട്. ഭഗവതിനെ തൊഴുത ആ ഒരു നിമിഷങ്ങളും ഭഗവതിയുടെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓർമ്മയിലേക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഭഗവതിയാണ് കാടാമ്പുഴ അമ്മ. അമ്മ എന്നെ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് അമ്മ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിച്ചിരുന്നതും അമ്മയ്ക്കൊരു പെൺകുട്ടി വേണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു. അപ്പം അതുകൊണ്ട് ഭഗവതിയോടാണ് പ്രാർത്ഥിച്ചിരുന്നത്, അമ്മയ്ക്ക് പെൺകുട്ടി ആയിരിക്കണേ എന്നൊക്കെ ഉള്ളത്. അങ്ങനെ ഞാൻ ജനിച്ചു കഴിഞ്ഞപ്പോൾ അമ്മ ഒരുപാട് സന്തോഷത്തോട് കൂടിയിട്ട് ഭഗവതിയുടെ അടുത്ത് തന്നെ എല്ലാ കൊല്ലവും കൊണ്ട് തൊഴിയിക്കാറൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ കാടാമ്പുഴ അമ്പലത്തിൽ വെച്ചിട്ടാണ് എനിക്ക് ചോറൂണൊക്കെ തന്നത്. അപ്പം അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് കാടാമ്പുഴ അമ്മ. അപ്പം അമ്മയിലൂടെയാണ് ഞാനും കാടാമ്പുഴ അമ്മയിലേക്ക് എത്തിയത്. കാടാമ്പുഴ അമ്മയ്ക്ക് എന്നും തെച്ചിപ്പൂ കൊണ്ട് പൂ മൂടിക്കൊണ്ടാണ് അമ്മ സഹസ്രനാമം ചൊല്ലാറുള്ളത്. അതുപോലെ തന്നെ പരദേവതമാർ, അച്ഛൻ്റെ വീട്ടിലും അമ്മയുടെ വീട്ടിലും പരദേവത എന്ന് പറയുന്നത് ഭഗവതിയാണ്. 2 ഭഗവതിമാരും അതിസുന്ദരികളായിട്ടുള്ള ഭഗവതിമാരാണ് കേട്ടോ. എത്രത്തോളം ഇഷ്ടമാണെന്നുള്ളത് എനിക്ക് പറഞ്ഞറിയിക്കാൻ സാധിക്കില്ല. എല്ലാ കാര്യങ്ങളും ഞാൻ സംസാരിച്ചിരുന്നതും എന്താ പറയുക, എന്ത് ദുഃഖം വന്നാലും സന്തോഷം വന്നാലും ഞാൻ ഓടിച്ചെന്നിരുന്നതൊക്കെ ഭഗവതിയുടെ അടുത്താണ്. അതുപോലെ തന്നെ ദേവി ഭാഗവത നവാഹങ്ങളൊക്കെ കേൾക്കാനുള്ള ഭാഗ്യം എനിക്കുണ്ടായത് ആ ഒരു അമ്പലത്തിൽ വെച്ച് തന്നെയാണ് കേട്ടോ. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം എനിക്ക് ഈ പുസ്തകം അയച്ചെന്ന അമ്മയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ കഥ നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ട് ആരംഭിക്കുന്നത്. ഭഗവതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇന്നും ഓർമ്മയുണ്ട്. അന്ന് അവിടെ ഞാൻ സ്കൂളിലൊക്കെ പഠിക്കുന്ന ഒരു കാലഘട്ടമാണ്. ആ ഒരു സമയത്ത് നവാഹം നടക്കുമ്പോൾ മണിദ്വീപത്തിലിരിക്കുന്ന ഭഗവതിയെ വർണ്ണിച്ചത്. ആ ഒരു വർണ്ണന കേട്ട് കഴിഞ്ഞാൽ ഭഗവതിയെ നമ്മൾ അങ്ങനെ അകഴിഞ്ഞ് എന്താ പറയുക, ആരാധിക്കും. നമ്മൾ ഫാനായി പോകുന്നൊക്കെ പറയില്ലേ, അതുപോലെയാണ്. ഭഗവതിയുടെ ഒരു വലിയ ഫാനായിട്ട് മാറും, ഒരു വലിയ ആരാധകയായിട്ട് മാറും. അതുപോലെയാണ് അന്ന് ആചാര്യൻ മണിദ്വീപത്തിലിരിക്കുന്ന ഭഗവതിയെ വർണ്ണിച്ചത്. അതുപോലെ തന്നെ അന്ന് അവിടെ വന്ന് നവാഹം നടത്തിയിട്ടുള്ള ആചാര്യൻ, അദ്ദേഹം വാണീദേവിയെ നാവിൽ കൊണ്ട് നടക്കണ ഒരാളായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഓരോ വർണ്ണനകളിൽ ഭഗവതി അങ്ങ് പ്രത്യക്ഷമായ പോലെയായിരുന്നു ആ ഒരു സദസ്സിൽ തോന്നിയിരുന്നത്. നമ്മളിപ്പോഴും പറയും ഈ സപ്താഹങ്ങളും നവാഹങ്ങളൊക്കെ നടത്താൻ അനുയോജ്യനായിട്ടുള്ള ഒരു ആചാര്യന് ഏറ്റവും അധികം വേണ്ട ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് വാക്കുകൊണ്ട് ഒരു കാര്യം പറയുമ്പോൾ അവിടെ പ്രത്യക്ഷമായിട്ട് ഭഗവതിനെ കാണാൻ പറ്റണം എന്നുള്ളതാണ്, അല്ലെങ്കിൽ ഭഗവാനെ കാണാൻ പറ്റണം എന്നുള്ളതാണ്. അപ്പം അത്രമേൽ വാക്ചാതുര്യമല്ല, അത്രമേൽ ഭഗവതിയുടെ അനുഗ്രഹമല്ല, അത്രമേൽ സരസ്വതി ദേവിയുടെയും ലക്ഷ്മി ദേവിയുടെയും ഒക്കെ കാരുണ്യമല്ല, ശ്രീ ദുർഗാ ഭഗവതിയെ നേരി കണ്ട പോലെയായിരുന്നു അന്ന്. അത്ര ഭഗവാനോട് അടുത്ത് നിൽക്കുന്ന ഒരാളുടെ അടുത്ത് നിന്ന് കഥകൾ കേൾക്കാൻ പറ്റുക എന്ന് പറയുന്നത് ഏറ്റവും വലിയ കാര്യമായിട്ട് ഞാൻ വിചാരിക്കുന്നു. അതുപോലെ തന്നെയായിരുന്നു കേട്ടോ ഓരോ സപ്താഹങ്ങളും. അതുകൊണ്ട് എല്ലാ ആചാര്യന്മാരെയും നമിച്ചുകൊണ്ട് വന്ദിച്ചുകൊണ്ടാണ് ഇന്ന് ദേവി ഭാഗവതം പറയാനായിട്ട് ആരംഭിക്കുന്നത്. ഭഗവതിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ, എല്ലാ ദേവീ ദേവന്മാരുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ. കണ്ണൻ്റെ പൊന്നു ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമാണല്ലോ നമുക്ക് ഇതൊക്കെ പറഞ്ഞു തീർക്കാനായിട്ട് സാധിക്കുള്ളൂ. ഭഗവാൻ പരമേശ്വരൻ്റെ ഹൃദയത്തിൽ വസിക്കുന്നവളാണ് ഭഗവതി. അപ്പോൾ അതുകൊണ്ട് ഭഗവതിയുടെ അനുഗ്രഹം വേണം, ഭഗവാൻ പരമേശ്വരൻ്റെ അനുഗ്രഹം വേണം. സൃഷ്ടികർമ്മം ചെയ്യണ ബ്രഹ്മദേവൻ പോലും ഭഗവതിയുടെ പാദധൂളിയിൽ നിന്നാണ് സൃഷ്ടി പോലും ചെയ്യണതെന്നാണ് പറയുന്നത്. അപ്പോൾ ബ്രഹ്മദേവനും നമസ്കാരം. അതുപോലെ തന്നെ വിഘ്നങ്ങളൊന്നുമില്ലാതെ കഥകൾ പറഞ്ഞു തീർക്കാനായിട്ട് വിഘ്നേശ്വരനും നമസ്കാരം. നമുക്കെല്ലാ ദേവീ ദേവന്മാരെയും ഇതെല്ലാം എഴുതി പുരാണങ്ങളും ഇതിഹാസങ്ങളും ഒക്കെ നമ്മളിലേക്ക് എത്തിച്ച, വേദങ്ങളൊക്കെ നമ്മളിലേക്ക് എത്തിച്ച വേദവ്യാസനെയും സ്മരിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ ദേവി ഭാഗവതം വളരെ ലളിതമായിട്ടുള്ള
വ്യാഖ്യാനത്തിലൂടെ കൊണ്ടുപോയിട്ടുള്ള അതിമനോഹരമായിട്ടുള്ള ഈ ഗ്രന്ഥം നമുക്ക് ആരംഭിക്കാം കേട്ടോ. ചൈത്രമാസത്തിലാണ് ഞാൻ ഈ ദേവി ഭാഗവതം വായിച്ചു തുടങ്ങിയത്. അതുകൊണ്ട് ഇതിപ്പോൾ മാധവ മാസമാണ്. മാധവ മാസത്തിലാണ് നിങ്ങളോട് ഞാൻ പറയാനായിട്ട് ഇരിക്കണത് കേട്ടോ. അപ്പം എന്താണെങ്കിലും ഞാൻ ഉടനെ പറഞ്ഞുതരാം. ആദ്യ അധ്യായം എന്ന് പറയുന്നത് ദേവി ഭാഗവത മഹാത്മ്യ വർണ്ണനയാണ്. ചെറിയൊരു കളിപ്പാട്ടം എടുത്തിട്ട് നമ്മളൊരു ചെറിയ കുട്ടിയുടെ കയ്യിൽ കൊടുത്തു കഴിഞ്ഞാൽ ആ കുട്ടി ആ കളിപ്പാട്ടം വെച്ച് കളിക്കുമല്ലേ, അപ്രകാരം തന്നെയാണ് ഭഗവതി എന്നാണ് പറയണത്. വെറുമൊരു കളിക്കോപ്പ് പോലെയാണ് ഈ ജഗത്തിനെ സൃഷ്ടിച്ചതും പരിപാലിച്ചതും സംഹരിച്ചതും പരിലസിക്കണതും പര, പശ്യന്തി, മധ്യമ, വൈഖരി മുതലായിട്ടുള്ള ശബ്ദരൂപങ്ങളോട് കൂടി വിളങ്ങുന്ന ബ്രഹ്മ, വിഷ്ണു, മഹേശ്വരന്മാരെ പോലും വന്ദിക്കുന്ന ദേവി സുപ്രസന്നയായി എൻ്റെ ഈ വാക്കുകൾക്ക് നിറവേകട്ടെ. നരനാരായണന്മാരെയും സരസ്വതി ദേവിയെയും വേദവ്യാസനെയും നമസ്കരിച്ചുകൊണ്ട് നമുക്ക് ഈ പുണ്യപുരാണം പഠനം ചെയ്യാം. എല്ലാ മുനിമാരും കൂടിയിട്ട് സൂതമുനിയോട് പറയാണ്, മഹാവിഷ്ണുവിൻ്റെ സർവപാപഹരങ്ങളായിട്ടുള്ള കഥകൾ ഞങ്ങൾ കേട്ട് ആനന്ദിച്ചിരിക്കുന്നു. ഭക്തിപ്രഹർഷമേകുന്ന ശിവപുരാണങ്ങളും ഞങ്ങളെ സംപ്രീതരാക്കി. ഇങ്ങനെയൊക്കെയാണെങ്കിലും കഥാശ്രവണത്തിൽ താല്പര്യം വന്നാൽ പിന്നെ അതുപോലുള്ള സദ്കഥകൾ കേൾക്കണമെന്ന ആഗ്രഹം വീണ്ടും 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 മനസ്സിൽ വന്നുകൊണ്ടേയിരിക്കും. മറ്റു കാര്യങ്ങളിലൊക്കെ മനസ്സുടക്കാതിരിക്കാനും കഥാശ്രവണം സജ്ജനങ്ങൾക്ക് ഉതകും. അത്തരം ആത്മോദ്ധാരണപരമായിട്ടുള്ള കഥകൾ പറയാൻ അങ്ങയോളം യോഗ്യനായിട്ട് മറ്റാരും തന്നെ ഇല്ലല്ലോ മാമുനി. അതുകൊണ്ട് കലിയുഗത്തിൽ മനുഷ്യർക്ക് ക്ഷിപ്രപ്രസാധ്യമായ മോക്ഷോപായം എന്തെന്ന് പറഞ്ഞു തന്ന് ഞങ്ങളെ പ്രബുദ്ധരാക്കിയാലും എന്ന് മുനിമാരെല്ലാവരും കൂടി സൂതനോട് പറയാണ്. സൂതമുനിയെക്കുറിച്ച് അധികമൊന്നും പറയേണ്ടതില്ല. ഭഗവാന്റെ ശ്രീമദ് ഭാഗവതം കേട്ടപ്പോൾ കണ്ടതല്ലേ സൂതമുനിയെ. അദ്ദേഹം കഥകൾ പറയണത് എത്ര മനോഹരമായിട്ടാണ്. അദ്ദേഹത്തിനോടാണ് ചോദിച്ചിരിക്കുന്നത് മാമുനിമാരൊക്കെ. മോക്ഷപ്രാപ്തിക്കുള്ള വഴി പറഞ്ഞു തന്നാലും ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ കഥകൾ കേട്ടു, ഭഗവാൻ പരമേശ്വരൻ്റെ കഥകൾ കേട്ടു. ഇനി ഞങ്ങൾക്ക് മോക്ഷപ്രാപ്തി ഏറ്റവും എളുപ്പം കിട്ടുന്ന ഒരു കഥ പറഞ്ഞു തരൂ, കഥ കേൾക്കാനായിട്ട് ഞങ്ങൾക്ക് ഇങ്ങനെ വെമ്പൽ കൊണ്ടിരിക്കുകയാണ് എന്ന് പറയാണ്. സൂതൻ പറയാണ്, നല്ല ചോദ്യം തന്നെയാണിത്. ലോകഹിതത്തിനായിട്ട് സർവശാസ്ത്രങ്ങളിലും വെച്ച് ഉത്തമമായ ദേവി ഭാഗവതം കഥ ഞാൻ പറയാം. ഇത് കേൾക്കുന്നത് വരെ മാത്രമേ മറ്റു പുരാണങ്ങൾ അതിമഹത്തായതാണ് എന്നുള്ള തോന്നൽ നിങ്ങൾക്ക് അവശേഷിക്കുള്ളൂ. മനുഷ്യരാശിയെ ബാധിച്ച ഇരുട്ടിനെ അകറ്റി പ്രകാശ രേണുക്കളെ കൊണ്ടുവരാനായിട്ട് ദേവി ഭാഗവതത്തിന് സാധിക്കും. പാപമാകുന്ന കൊടും കാടുകളെ വെട്ടിമുറിക്കുന്ന വെൺമഴുവാണ് ദേവി ഭാഗവതം. ദേവി ഭാഗവതത്തിൻ്റെ പ്രഭാകിരണങ്ങൾ ഏൽക്കും വരെ മാത്രമാണ് ആകുലതകളും കൂരിരുട്ടും ഒക്കെ ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ജീവിതം ധന്യാണ് എന്ന് പറയാണ്. ഇത്രയും കേട്ടതും ഋഷിമാർക്കൊക്കെ പുരാണ കഥ കേൾക്കാൻ അങ്ങോട്ട് ധൃതിയായി. പറയൂ പറയൂ, വേഗം പറയൂ സുതമുനി, ഭഗവതിയുടെ കഥകൾ പറഞ്ഞു തുടങ്ങൂ എന്ന് പറയാണ്. ആ പുരാണം എങ്ങനെയാണ് കേൾക്കേണ്ടത്? എത്ര നാളുകൊണ്ടാണ് ദേവി ഭാഗവതം കേൾക്കേണ്ടത്? ആരൊക്കെയാണ് ഇതിനു മുൻപ് ഈ പുരാണ കഥ കേട്ടിട്ടുള്ളത് എന്ന് വേണ്ട പല ചോദ്യങ്ങളും മുനിമാർ ഓരോരുത്തരായിട്ട് സൂതമുനിയോട് ചോദിക്കാൻ തുടങ്ങി. സൂതമുനി തുടർന്നു, മുക്കുവ സ്ത്രീയുടെ പുത്രനായ വേദവ്യാസനാണല്ലോ വേദങ്ങളെ 4 പകുത്തത്. അധികം ജ്ഞാനം ലഭിക്കാനിടയില്ലാത്ത ജനങ്ങൾക്ക് ധർമ്മങ്ങളെപ്പറ്റി ബോധം നൽകാനായി എന്തെങ്കിലും ചെയ്യണം എന്ന ഉദ്ദേശത്തോടു കൂടി ബാദരായണൻ 18 പുരാണങ്ങൾ എഴുതി. അദ്ദേഹമാണ് എന്നെ ഇത് പഠിപ്പിച്ചത്. ജനമേജയൻ മഹാമുനിയായ വേദവ്യാസൻ തന്നെയാണ് മോക്ഷപ്രദമായിട്ടുള്ള ദേവി ഭാഗവതം ഉപദേശിച്ചു കൊടുത്തത്. പണ്ട് തക്ഷകൻ കടിച്ചിട്ടാണല്ലോ ഇദ്ദേഹത്തിന്റെ അച്ഛനായിട്ടുള്ള പരീക്ഷത്തിന്റെ അന്ത്യം. ഈ കഥയൊക്കെ നമ്മൾ ഭാഗവതം പറഞ്ഞപ്പോൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ? ആ ഒരു സമയത്ത് തക്ഷകൻ കടിച്ച് പരീക്ഷിത്ത് മരിക്കുന്ന ആ ഒരു സമയത്ത് 9 ദിവസം കൊണ്ട് ദേവി ഭാഗവതവും കേട്ടിരുന്നു എന്നാണ് പറയുന്നത്. നവാഹ യജ്ഞം കഴിഞ്ഞപ്പോഴ മരണപ്പെട്ട പരീക്ഷത്തിന് ദിവ്യഗതി ഉണ്ടായിത്രേ. അങ്ങനെ പരീക്ഷത്തിന്റെ പുത്രനായിട്ടുള്ള ജനമേജയനും ദേവി ഭാഗവതം കേട്ട് അദ്ദേഹം കൃതകൃത്യനാവുകയും ചെയ്തു. മോക്ഷപ്രദവും ദുർഗതികളെ നശിപ്പിക്കുന്നതുമായിട്ടുള്ള ദേവി ഭാഗവത പഠനം വളരെ ഉത്തമമാണ്. ദിനവും ചെറിയൊരു സമയം മാത്രമാണെങ്കിലും ദേവി ഭാഗവതം പഠിക്കുകയാണെങ്കിൽ യജ്ഞതീർത്ഥാദികളെക്കാളും ഒക്കെ പുണ്യാണ്. ഇനിയിപ്പോൾ വ്രതദാനങ്ങൾ ചെയ്യണേക്കാളും ഉത്തമമാണ്. മറ്റു യുഗങ്ങളിൽ അനവധി മുക്തിമാർഗങ്ങൾ ഉണ്ടായിരുന്നു. കലിയുഗത്തിലാണെങ്കിലോ പുരാണ ശ്രവണം മാത്രമാണ് അല്പായുസുള്ള ഈ മനുഷ്യന്മാർക്ക് ഏക ആശ്രയമായിട്ട് വരുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ വ്യാസൻ ദേവി ഭാഗവതത്തെ എഴുതിയത് തന്നെ മനുഷ്യരെ മുക്തി മാർഗത്തിലേക്ക് നയിക്കാൻ വേണ്ടിയിട്ടാണ്.
ഏതൊരു ദിവസവും ഈ പുരാണ പഠനത്തിന് യോഗ്യമായിട്ടുള്ള ദിവസം തന്നെയാണ്. നവാഹായിട്ട് ഈ പുരാണം വായിക്കുന്നത് പുണ്യപ്രദവുമാണ്. 4 നവരാത്രികളിലും ഇത് മഹാവിശേഷാണെന്ന് പറയപ്പെടുന്നത്. പാപികൾക്കും നാസ്തികർക്കും എന്ന് വേണ്ട വേദദ്രോഹികൾക്ക് പോലും ദേവി ഭാഗവത ശ്രവണം കൊണ്ട് നിർമ്മലരായിട്ട് തീരാൻ സാധിക്കും. നമ്മൾ ഗംഗാ സ്നാനം ചെയ്യണത് പോലെ, കാശിയിലും മധുരയിലൊക്കെ പോണത് പോലെ അതിനേക്കാളും ഒക്കെ പവിത്രതയുണ്ട് ദേവി ഭാഗവത യജ്ഞവേദികളിൽ നമ്മളൊന്ന് ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഉണ്ടെന്നാണ് പറയണത്. ദേവി ഭാഗവതത്തിലെ ഒരൊറ്റ ശ്ലോകം ദിവസവും പഠിക്കുന്നവൻ ദേവി സംപ്രീതിക്ക് പ്രാപ്തനായി തീരുന്നു. ഇനി ഇത് നിത്യം വായിക്കുന്ന ഒരാളാണെങ്കിലോ, അങ്ങനെയുള്ള ആ സാധകനാണെങ്കിൽ അദ്ദേഹത്തിന്റെ ധർമ്മ അർത്ഥ കാമ മോക്ഷങ്ങളിലെ ഒക്കെ സഫലാകണു. ഇനിയിപ്പോ പ്രസേനനെ തേടിപ്പോയ ശ്രീകൃഷ്ണൻ ഉണ്ടല്ലോ, ആ ശ്രീകൃഷ്ണൻ തിരികെ വരാൻ വൈകുന്നത് കണ്ടിട്ട് വസുദേവർക്ക് വല്ലാണ്ട് പേടിയായി. അങ്ങനെ ആദ്യ പിടിച്ചിരിക്കണ വസുദേവർക്ക് തന്റെ പുത്രനെ പെട്ടെന്ന് തന്നെ കാണാൻ പറ്റിയത് ദേവി ഭാഗവത ശ്രവണത്തിലൂടെയാണ്. ഈ ഗ്രന്ഥത്തെ വന്ദിച്ച് പൂജിക്കുന്ന ഏതൊരു ഗ്രഹത്തിലാണോ ആഗ്രഹം ഐശ്വര്യപൂർണ്ണമായിട്ട് മാറും. ഇത് പഠിക്കുന്ന ബ്രാഹ്മണൻ വേദജ്ഞനും, ക്ഷത്രിയൻ രാജാവും, വൈശ്യൻ സമ്പൽ സമൃദ്ധനും, ശൂദ്രൻ സ്വകുലത്തിന്റെ നേതാവുമായിട്ട് തീരും എന്നാണ് പറയുന്നത്. ശ്രീ സ്കന്ദപുരാണത്തിലെ മാനസഖണ്ഡത്തിലെ ദേവി ഭാഗവത മാഹാത്മ്യം 1-ാം അധ്യായം ഇവിടെ സമാപ്തമാവുകയാണ്. സർവം കൃഷ്ണാർപ്പണമസ്തു. ജയ് ജയ് ശ്രീ രാധേ രാധേ.